ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് 1 kg വെയിറ്റ് വരുന്ന ഒരു ചോക്കോ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ കാരമൽ സോസിൻ്റെയും പ്രലൈൻസിൻ്റെയും പിന്നെ ചോക്ലേറ്റ് ഗനാഷിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവറാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം നല്ല ഡാർക്ക് കളറ് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡറിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിറയെ ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പും 1/4 കപ്പും അങ്ങനെ 3/4 കപ്പ് ടോട്ടലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 പ്രാവശ്യം അരിച്ച് വെക്കാം. അങ്ങനെ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ വൈറ്റിൽ യോക്കിൻ്റെ അംശമൊന്നും പെടാൻ പാടില്ല. അതേപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളും ആയിരിക്കണം. ഈ എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതേപോലെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഈ എഗ് വൈറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് യോക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് ചേർക്കുമ്പം തന്നെ നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത ശേഷം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറച്ച് കുറച്ചായിട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ കുത്തി കുത്തി ഇളക്കാതെ മെല്ലെ മെല്ലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഈ ബാറ്ററൊക്കെ അങ്ങ് താന്നു പോകും. അപ്പോൾ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ആദ്യം ഇട്ട് കൊടുത്ത ഫ്ലോർ മിക്സ് മുഴുവനായിട്ട് ഇതിൽ മിക്സായ ശേഷമാണ് അടുത്ത ബാച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ബാറ്ററി 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ടിന്ന് എടുക്കാം. ഇത് അല്പം ഹൈറ്റ് കുറവായിരിക്കും. നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിലേക്ക് മാറ്റിയിട്ടുമാണ് ബേക്ക് ചെയ്യേണ്ടത്. ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ ഈ ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കേക്ക് തലേന്ന് തന്നെ ബേക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ തലേന്ന് ബേക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ചൂട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്ത ആ ഒരു ടിന്നിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് പുറത്ത് വെച്ചാൽ മതി. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കാരമൽ സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ കാരമൽ ചെയ്യുമ്പോൾ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാര കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം തന്നെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി. ഇതേപോലെ മെൽറ്റായി തുടങ്ങി കഴിഞ്ഞാൽ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞിട്ട് കാരമലായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മെൽറ്റായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അല്പം ലൂസായിട്ടാണ് ഉണ്ടാവുക. ചൂടാറിക്കഴിയുമ്പോൾ ഇത് അല്പം തിക്കായിട്ട് വരും. ഇനി നട്ട്സ് ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ കാരമൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിതും ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിത് എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അവിടേക്ക് നിരത്തി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടേബിളിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് നിരത്തി കൊടുത്തിട്ടുള്ളത്.
ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് വരും. അപ്പോഴേക്കും കേക്കിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രാം അളവിലാണെങ്കിൽ 75 ഗ്രാം ഉണ്ട്. അതേപോലെ അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രാം അളവ് ഒരു 120 ഗ്രാമോളം വരുന്നുണ്ട്. ഒന്നുകിൽ ഇത് ഇനി മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ കൂടെ തന്നെ അരിച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ നട്ട്സൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം എടുക്കുമ്പോൾ ഇതേപോലെ ലിക്വിഡ് ആയിട്ടുള്ള ക്രീം തന്നെ എടുക്കുക. ഏറ്റവും ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് മെല്ലെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മധുരം ആവശ്യമാണെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിന് ചോക്ലേറ്റ് ക്രീമാണ് ആക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗനാഷിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂണ് ഗനാഷ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗനാഷിൻ്റെ ചൂടൊക്കെ മാറിയ ശേഷമാണ് ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ വെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വിരൽ വെച്ച് ഇതേപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു നനവ് വേണം, അത്രത്തോളം നിങ്ങൾ നനച്ചു കൊടുക്കുക. അതിനുശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കാരമൽ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ ഓർമ്മയില്ലാതെ 2 ലെയറിലും ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതിന് മുകളിലായിട്ട് പ്രലൈൻ പീസസ് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ഗനാഷ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കേണ്ട, കാരമൽ സോസ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കാരമൽ സോസ് മുഴുവനായിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് ക്രീം കൊടുക്കേണ്ടത്. കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇതിന് മുകളിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗനാഷ് അപ്പോഴേക്കും അല്പം ഒന്ന് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ ചെയ്തത് കുറച്ച് മാത്രം ഗനാഷ് ഒന്ന് ചൂടാക്കിയിട്ട് ബാക്കി ഗനാഷിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് സെറ്റായിട്ടാണ് ഈ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും രാത്രിയാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സോസൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് സൈഡിൽ താഴെ ഇതേപോലെ ഒന്ന് ബോർഡറാണ് കൊടുത്തത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതങ്ങ് മെൽറ്റായി വരുന്നത് പോലെ തോന്നിയത് കൊണ്ട് അവിടെ നട്ട്സ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെയും നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് 1 kg ആണ് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.